ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച പോലെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ബിജെപിക്ക് സാധിച്ചിട്ടില്ല. 400-ന് അപ്പുറം പ്രതീക്ഷിച്ച പാർട്ടിക്ക് 300-നപ്പുറം പോലും പോകാനും സാധിച്ചിട്ടില്ല. എങ്കിലും ജെഡിയു, ടിഡിപി പാർട്ടികളുടെ പിന്തുണയോടെ സർക്കാരുണ്ടാക്കാൻ ബിജെപിക്ക് സാധിച്ചു. തെരഞ്ഞെടുപ്പിൽ തോറ്റു എങ്കിലും ജയിക്കാനായി ശ്രമിക്കാവുന്നതിനപ്പുറവും ബിജെപി ശ്രമിച്ചിരുന്നു. ഏത് തെരഞ്ഞെടുപ്പിന്റെയും കാതൽ എന്ന് പറയുന്നത് അതിനായി ചെലവഴിക്കുന്ന പണമാണ്. അത് പരിശോധിക്കുന്നതിലൂടെ ബിജെപി എത്രമാത്രം പ്രയത്നിച്ചു എന്ന് ബോധ്യമാകും. മൂന്നാം വട്ടവും ഈ രാജ്യം പിടിച്ചെടുക്കാൻ ആഞ്ഞു പിടിച്ച ബിജെപി അതിനായി ചെലവഴിച്ചത് 1500 കോടി രൂപയാണ്. ആകെ തെരഞ്ഞെടുപ്പിനായി രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ചെലവഴിച്ചതിന്റെ തുക പരിശോധിച്ചാൽ അതിൽ തന്നെ 44.56% ബിജെപിയാണ് പൊട്ടിപ്പൊടിച്ചത്. അതായത് ആകെ ചെലവാക്കിയ പണത്തിന്റെ പകുതിക്ക് അടുത്ത് ഇറക്കി കളിച്ചത് ബിജെപി ആണ് എന്ന് ചുരുക്കി പറയാം. 32 ദേശീയ പ്രാദേശിക പാർട്ടികളുടെ രേഖകൾ വിശകലനം ചെയ്തതിൽ 620 കോടി രൂപ, അതായത് മൊത്തം ചെലവിന്റെ 18.5% കോൺഗ്രസിന്റേതാണ്. 2024 മാർച്ച് 16-നും ജൂൺ 6-നും ഇടയിൽ ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഒഡീഷ, സിക്കിം എന്നിവിടങ്ങളിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഇരു പാർട്ടികളും ചെലവാക്കിയത് 3,352.81 കോടി രൂപയാണ്. ഇതിൽ 2204 കോടിയിലധികം രൂപ ദേശീയ പാർട്ടികളാണ് ചെലവഴിച്ചത്. മൊത്തം ഫണ്ടിൽ ദേശീയ പാർട്ടികൾ 6930.246 കോടി രൂപ പിരിച്ചെടുത്തപ്പോൾ പ്രാദേശിക പാർട്ടികൾ 515.32 കോടി രൂപയാണ് പിരിച്ചത്. തെരഞ്ഞെടുപ്പ് പൂർത്തിയായി നിശ്ചിത ദിവസത്തിനുള്ളിൽ വരവ് ചെലവ് കണക്കുകൾ കമ്മീഷനെ ബോധിപ്പിക്കണമെന്നാണ് ചട്ടം. എന്നാൽ ആം ആദ്മി പാർട്ടിയുടെ പ്രസ്താവന 168 ദിവസം വൈകിയും ബിജെപിയുടെ 139 മുതൽ 154 ദിവസം വരെ വൈകിയുമാണ് ലഭിച്ചത്. ലോക്സഭാ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായി കോൺഗ്രസ് മാത്രമാണ് ഏകീകൃത റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ചത്. യാത്രാ ചെലവുകൾ 795 കോടിക്ക് അടുത്ത് വന്നപ്പോൾ 402 കോടി രൂപയാണ് സ്ഥാനാർത്ഥികൾക്ക് ഒറ്റത്തവണയായി നൽകിയ കണക്ക്. പാർട്ടികൾ വെർച്വൽ പ്രചാരണങ്ങൾക്കായി 132 കോടി രൂപയും സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ പശ്ചാത്തലം പ്രസിദ്ധീകരിക്കുന്നതിന് 28 കോടി രൂപയും ചെലവഴിച്ചതായി കാണാം. 32 രാഷ്ട്രീയ പാർട്ടികളുടെയും പരസ്യത്തിനായി ചെലവഴിച്ച ആകെ ചെലവിൽ 1511 കോടി രൂപ ദേശീയ പാർട്ടികളും 496.99 കോടി രൂപ പ്രാദേശിക പാർട്ടികളുമാണ് ചെലവഴിച്ചത്. യാത്രാ ചെലവുകളും സ്റ്റാർ ക്യാമ്പയിനുമൊക്കെയായി വളരെയധികം നീക്കിവെപ്പും നടത്തിയിട്ടുണ്ട്. യാത്രയ്ക്കായി ചെലവഴിച്ച 795 കോടി രൂപയിൽ 765 കോടി രൂപ പാർട്ടിയിലെ ഉന്നത നേതാക്കളെ കൊണ്ടുപോകുന്നതിനാണ് ചെലവഴിച്ചത്. മറ്റ് നേതാക്കൾക്കായി ചെലവഴിച്ചത് 30 കോടി രൂപയാണ് എന്നും കാണാൻ സാധിക്കും. NCP, CPI, JMM, ശിവസേന, ഉദ്ധവ് പക്ഷം എന്നിവയുൾപ്പെടെ 21 പാർട്ടികളുടെ പ്രസ്താവനകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ ലഭ്യമല്ല എന്ന ആക്ഷേപവുമുണ്ട്. ഈ പാർട്ടികൾ കണക്ക് സമർപ്പിച്ചു എങ്കിലും അപ്ലോഡ് ചെയ്യുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീഴ്ച വരുത്തിയെന്ന പരാതിയും ഉയർന്നു കഴിഞ്ഞു. എന്തായാലും 1500 കോടിക്ക് അടുത്ത് ചെലവഴിച്ചിട്ടും 240 MP-മാരെ മാത്രമേ ബിജെപിക്ക് ജയിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നത് ബിജെപിയുടെ ന്യൂനത തന്നെയാണ്.